Yo. ഏത് ഷോപ്പില് ആ ഷോപ്പിൽ അതിൻ്റെ ഫുട്പാത്ത് കൂടെയാണോ പോവുക? അതിന്റെ ഷോപ്പിന്റെ മുന്നിൽ ഒരു വഴിയില്ലേ? ഷോപ്പിന്റെ മുന്നിൽ വഴിയില്ല. ബസ്സിലെ സീറ്റിന്റെ പ്രശ്നത്തിൽ അത് പോലീസുകാർ അവരോട് അടികൂടിയിട്ടുണ്ട്. ബസ്സിലെ കണ്ടക്ടർമാരോട് അടികൂടിയിട്ടുണ്ട്. യാത്രക്കാരോട് പുരുഷന്മാരോട് അവർ എഴുന്നേറ്റ് തന്നില്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ട്, പ്രതികരിച്ചിട്ടുണ്ട്. ഓട്ടോറിക്ഷക്കാർ പറഞ്ഞാൽ വിളിച്ച സ്ഥലത്തേക്ക് വരാത്തതിന് പ്രതികരിച്ചിട്ടുണ്ട്. കൂലി കൂടുതൽ ചോദിച്ചിട്ടുണ്ട്. അതിനൊക്കെ പ്രതികരിക്കാറുണ്ട്. അന്യായമായതിനൊക്കെ പ്രതികരിക്കാറുണ്ട്. അല്ല, ഗവൺമെൻറ് ഇപ്പോൾ അവർക്ക് എന്താണ് ആകെ ചെയ്യാൻ പറ്റും? നിയമം വയലേറ്റ് ചെയ്യുമ്പോൾ അതിന് നിയമ നടപടികൾ സ്വീകരിക്കാമെന്ന് പറഞ്ഞാൽ അവരൊക്കെ ഒന്ന് ഫൈൻ അടിക്കുക. ഇത്രയല്ലേ ഇതിനകത്ത് വരുന്നത്. മോട്ടോർ ഇതിൽ അധികം വരുന്നത് അങ്ങനെ ഫൈൻ അടിച്ച് രക്ഷപ്പെടുക എന്നുള്ളതല്ലേ. അല്ലെങ്കിൽ ഒരാഴ്ച ക്ലാസ്സിൽ പോയിരിക്കാം, അവരെ ട്രാഫിക് നിയമം പഠിക്കുക, ക്ലാസ്സിൽ പോയിരിക്കും. ഇത്രയേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് വരുന്നില്ല. നിയമം പഴയ നിയമങ്ങൾ തന്നെയല്ലേ. ഭരണം മാറി വരുന്നതുകൊണ്ട് ഈ നിയമത്തിൽ മാറ്റം വരുമോ? മാറ്റം വരാൻ ഇപ്പോൾ ഗണേഷ് കുമാർ പറഞ്ഞ പോലെ ഗണേഷ് കുമാർ ഒരു നിർദ്ദേശം വെച്ചു, സീനിയർ സിറ്റിസൺസ് പ്രതികരിക്കണം. അതിനോട് യുവതലമുറ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതിനൊരു സീനിയർ സിറ്റിസൺ പറയുമ്പോൾ നമുക്ക് മുഖവിലേക്ക് എടുക്കാൻ പറ്റും എന്നാണ് അവർ പറഞ്ഞത്. അത് ശരിയായിരിക്കാം. സീബ്ര ലൈൻ മുറിച്ച് കിടക്കുമ്പോൾ വണ്ടി ഓടിക്കാതെ അതിനൊന്നും വലിയ ഇപ്പം ക്യാമറ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം എനിക്കെന്നെ അനുഭവം ഉണ്ട്. ഇവിടെ സീബ്ര ലൈനിൽ കൂടെ നമ്മൾ കിടക്കുമ്പോൾ മുന്നിലുള്ള വണ്ടിക്കാരെ നിർത്തും. ഓക്കെ, ചില നല്ല മര്യാദയുള്ള ആരോ നിർത്തിയിട്ട് നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ കിടക്കുമ്പോൾ പകുതി വയ്ക്കുന്നത് മറ്റവനും ഓവർടേക്ക് ചെയ്ത് വരുന്നു. ഇവിടെ നിർത്തിയാൽ ഓവർടേക്ക് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പം നമുക്കാണ് അപകടം. ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തില്ല. അന്നത്തെ കാലത്ത് ഞാൻ പഠിച്ചിട്ടുണ്ട്. ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ അന്നത്തെ ആ ഒരു സാഹചര്യത്തിലൊന്നും പറ്റിയിട്ടില്ല. പഠിച്ചിട്ടുണ്ട്. എന്നെ വിളിച്ചിരുന്നു ലൈസൻസ് എടുത്തരാ ഒരു ടീച്ചറായിട്ട് പോകാൻ വേണ്ടിയിട്ടൊക്കെ. പക്ഷെ അന്ന് ഈ പെൺകുട്ടികളെങ്ങനെ ജോലിക്ക് വിടുന്നൊന്നും അന്നൊരു ഇതായിട്ടില്ല. ചില കുടുംബങ്ങളിൽ അങ്ങനെ ഒരു പിടുത്തമുണ്ട്. എല്ലാവർക്കും അറിയാം സഖാവാണ് എന്നുള്ളത്. ഞാൻ അതിൽ നിന്ന് വിട്ടിട്ടും എന്നെ വിളിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ആയിരിക്കും അത് വൈറലായ കഥയാണ്. എൻ്റെ അമ്മാവൻ എന്ന് പറയുന്നൊരു പഴയ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. 48 പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിക്കപ്പെട്ട കാലമാണ്. അപ്പോൾ അന്നത്തെ വളണ്ടിയർ എന്ന് പറഞ്ഞാൽ അയാളെ ഉത്തരവാദിത്വം വലുതാണ്. ഒളിവിൽ താമസിക്കുന്ന നേതാക്കന്മാരെ സംരക്ഷിക്കുക, അവർക്ക് വേണ്ട ഇത് എത്തിച്ചു കൊടുക്കുക, അവരെ ഒരു സ്ഥലത്തു നിന്ന് ഒരു സ്ഥലത്തേക്ക് മാറ്റുക ഒക്കെ. അപ്പോൾ ആ ഒരു പാരമ്പര്യം ഉണ്ട്. അങ്ങനെ അവനാണ് എന്നെ രാഷ്ട്രീയത്തിലിറക്കി. ആ രാഷ്ട്രീയ പ്രവർത്തകയായിരുന്നു ഞാൻ. അതിൻ്റെ മഹിളാ സംഘടനയുടെ പ്രവർത്തകയായിരുന്നു. അന്ന് മഹിളാ ഫെഡറേഷനാണ്. ഗൗരിയമ്മ സ്റ്റേറ്റ് സെക്രട്ടറിയാണ്. ആ കാലത്ത്, അതായത് അടിയന്തരാവസ്ഥയ്ക്ക് മുമ്പ് ഞാൻ ഇവിടുത്തെ കോഴിക്കോട് താലൂക്ക് സെക്രട്ടറിയാണ്. അടിയന്തരാവസ്ഥ കഴിയുന്നത് വരെ. അടിയന്തരാവസ്ഥയിലാണ് പിന്നെ നമ്മളെ ഘടന മാറ്റുന്നത്. അത് പിന്നെ ഓൾ ഇന്ത്യ ലെവലിൽ